ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ രാവിലെ ഇതിൻ്റെ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചു കൊടുക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല, അതേ ബെഡ്ഷീറ്റ് തന്നെ അങ്ങോട്ട് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, പാത്തു ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്, പല്ലൊക്കെ തേക്കാനായിട്ട് പോകുവാണ്. ഇപ്പം രാവിലെ നല്ല ഒരു മഞ്ഞും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, ഞാനതൊക്കെ വാരി പൊടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നല്ലൊരു അന്തരീക്ഷം ആയതുകൊണ്ട് വലിയ മടിയൊന്നും പിടിക്കാതെ നേരെ അടുക്കളയിലോട്ട് കയറി. സാധാരണ നല്ല മഴയൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ കയറാനേ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര മടിയായിരിക്കും, കുറച്ചുകൂടി കിടക്കണം എന്നുള്ളൊരു തോന്നലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് വൈബായിട്ട് തന്നെ നേരെ അടുക്കളയിലോട്ട് പോയി ചാരമൊക്കെ വാരി തീയൊക്കെ പിടിപ്പിച്ചു. ഒരു ഇഞ്ചി ഇട്ടിട്ടുള്ളൊരു കട്ടൻ ചായ ഇട്ടങ്ങോട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഇഞ്ചി ചായ കുടിക്കണമെന്ന്. അപ്പം പാലിരിപ്പില്ല. അപ്പോൾ എന്തായാലും ആ ഒരു കൊതി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ഇഞ്ചി ചതച്ചിട്ടിട്ട് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വാവ് പാലൊക്കെ മേടിക്കാൻ പോയിരിക്കുന്നതേ ഉള്ളൂ. അതേ പാത്തുവിന് ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തു കൊടുത്ത ആളതേ മുറ്റത്ത് വന്ന് പല്ല് തേക്കുകയാണ്. ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം ഒന്ന് പട്ടിയുടെ ശല്യം, പിന്നെ എൻ്റെ ചെടികളൊക്കെ ഒരു കത്രിക കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം വെട്ടി നശിപ്പിക്കും കേട്ടോ. അതാണ് ആളിൻ്റെ ഒരു നല്ല ഒരു ചെടി നട്ട് അതിൽ ആദ്യമായിട്ട് പൂവൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ ആദ്യമായിട്ട് പൂവൊക്കെ അങ്ങോട്ട് ഇട്ട് നിൽക്കുന്നത് കാണാൻ ആ ഒരു ടൈമിൽ നമ്മൾ കണ്ടാൽ കണ്ട് പിന്നെ കാണത്തില്ല കേട്ടോ. അങ്ങനെയാണ്. കാരണം ഈ സാധനം ഉണ്ടല്ലോ ചെറുത്, ഇത് ഒന്നേ നുള്ളി കളയും, ഇല്ലാന്നുണ്ടെങ്കിൽ കത്രിക എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മണ്ട അങ്ങ് കട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ അൽക്കുലുത്ത് പരിപാടികളൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പൂച്ചയുണ്ടല്ലോ, ഈ ഒരു പൂച്ച ഇവളെടുത്ത് നമ്മളൊക്കെ വരുമ്പോഴത്തേക്ക് ഓടിക്കളയും, പക്ഷേ ഇവളെടുത്ത് വലിയ കാര്യമാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇവൾക്ക് കിട്ടുന്ന മുട്ടായി, ബിങ്കോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബേക്കറി സാധനങ്ങളെല്ലാം ഇവൾ ഇട്ട് കൊടുക്കുമ്പം കഴിക്കാൻ വന്നിരിക്കുന്നത് കൊണ്ട് ഇവളുമായിട്ട് ഭയങ്കര കൂട്ടാണ്. പക്ഷേ അടുത്തോട്ട് ഞാൻ വിടത്തില്ല. എൻ്റെ കണ്ണ് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കുകയൊക്കെ ചെയ്യും. അത് മാന്തി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോൾ ഇതേ അതിൻ്റെ അമ്മപ്പൂച്ചയാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ, ഇപ്പോൾ പോയത്. അങ്ങനെ എന്തായാലും ഞാൻ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ചെടികൾ. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയും കേട്ടോ, ഈ ചെടി ഇല എങ്ങനെ പുഴുത്ത് നിൽക്കുന്നു, ഇല്ലെങ്കിൽ ഇല എങ്ങനെ കുത്തു വീണ് നിൽക്കുന്നു, അപ്പോൾ നമുക്കത് വെട്ടിക്കളയാം അമ്മച്ചി എന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളെ ഞാൻ മദ്രസയിൽ കൊണ്ടാക്കി കേട്ടോ. കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്, പുട്ടും ഉള്ളിക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു, ചായയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അവളെ ഞാൻ പള്ളിയിൽ കൊണ്ടാക്കി. അപ്പോൾ മദ്രസയുണ്ട് കേട്ടോ, 11 മണിക്കാണ് വിടുന്നത്. അപ്പോൾ അതിനുള്ളിൽ എൻ്റെ കുറച്ച് ജോലികളും കൂടെ ഒതുക്കി വെക്കണം. അപ്പോൾ ഇന്നലെ വൈകുന്നേരം കഴുകിയിട്ട തുണികൾ ഒന്നുകൂടി വാടാനുണ്ടായിരുന്നു, അതൊക്കെ അനിയത്തി എന്നെ പറക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ ട്രൈപോഡ് സമാധിയായിട്ടുണ്ടെന്നതുകൊണ്ട് അതൊന്ന് വീണ്ടും അതിനെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അതിൽ ഞാനതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കും, അനിയത്തി ജോലി ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നമ്മൾ വ്ളോഗൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഇതേ തുണികളൊക്കെ പറക്കിയിട്ട് കയറി വന്ന് മീൻ കൊണ്ടുവന്നത്, ഇന്നലത്തെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് കുറച്ച് നെത്തോലിയും അതുപോലെ കൊഴിയാള മീനെന്ന് പറയും കേട്ടോ, കൊഴിയാളയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി വെള്ളത്തിലോട്ട് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇട്ട് വെച്ച് കൊടുക്കുമല്ല, വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വല്ല അറിയാൻ വയ്യ. അപ്പോൾ മീനൊക്കെ വെട്ടി തേച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഒരുപാട് ലോങ് വീഡിയോയൊന്നുമല്ല, ഒരു 5 മിനിറ്റ് 6 മിനിറ്റുള്ള വീഡിയോയാണ് കേട്ടോ. എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാതിരിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതേ ഞാൻ ഉപ്പ് ഭരണിയിൽ ഉപ്പ് നോക്കി, മീനൊക്കെ കഴുകാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഉപ്പില്ല. പിന്നെ ഞാൻ ഉപ്പൊക്കെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നന്നായിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മീനൊക്കെ തേച്ചൊരുമി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മീൻ ഇവിടെ എത്ര കഴുകിയാലും പണ്ട് ഉമ്മ പറയുമായിരുന്നു, മീൻ കഴുകുന്ന വെള്ളത്തിൽ മുഖം കഴുകാൻ പറ്റണമെന്ന്. അതായത് ഒരു ചൊല്ലാണ് കേട്ടോ, അത് വേറെ ഒന്നുമല്ല. അത്രയും ക്ലിയർ ആയിരിക്കണം നമ്മൾ മീൻ കഴുകുന്ന വെള്ളം. കഴുകി വരുമ്പോഴത്തേക്കും അത് നല്ല തെളിഞ്ഞ് വെള്ളം, ഒരു അഴുക്കൊന്നും ഇല്ലാതെ തെളിഞ്ഞ് കാണണം, എന്നാലേ മീൻ വൃത്തിയാവും എന്നാണ് ആ ഒരു ചൊല്ലിൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് പറയരുത്, അയ്യേ നിങ്ങൾ മീൻ കഴുകുന്ന വെള്ളത്തിലാണോ മുഖം കഴുകുന്നതെന്ന്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് പറയണം ഏത് പറയണം എന്ന് ഒരു ചെവുത്തയില്ലാതിരിക്കുകയാണ് ആൾക്കാർക്ക്.
അപ്പോൾ എന്തായാലും ഞാൻ നെത്തോലി തോരന് വേണ്ടിയിട്ട് അങ്ങ് അടുപ്പിലോട്ടാക്കി. ആ സമയം ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒന്ന് വാർത്തിട്ടിട്ട്, ഇവിടെ സാധാരണ കഞ്ഞിവെള്ളം അപ്പോഴേ എടുത്തങ്ങ് കളയുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇപ്പോൾ കളഞ്ഞില്ല, ഞാനതെടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കി. എനിക്കിപ്പോൾ എന്തോ കഞ്ഞിവെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ചൂടോടുകൂടി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇച്ചിരി അച്ചാറൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മീൻ തോരനാക്കി. അതുപോലെ കുറച്ച് ബീട്രൂട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ വെട്ടി അരിഞ്ഞ് തോരനും ആക്കിയെടുത്ത്. നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ കാണാം.